ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി പകവീട്ടലോ? മുട്ടിൽ മരമുറി കേസിൽ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരമെന്നോണമാണ് വീട്ടമ്മയെ കൊണ്ട് പീഡന പരാതി നൽകിയതെന്ന് കേസന്വേഷിച്ച ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. പീഡന പരാതിക്ക് പിന്നിൽ വൻ ഗൂഢാലോചന ആരോപിച്ച ഉദ്യോഗസ്ഥർ നിയമ നടപടിക്കൊപ്പം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകും. മുട്ടിൽ മരമുറി പ്രതികളെ അറസ്റ്റ് ചെയ്ത DYSP VV ബെന്നിക്കെതിരെ ആയിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. തീർച്ചയായിട്ടും ഇത് ഇന്ന് തുടങ്ങിയ സംഗതി. അതായത് എന്റെ പുറകെ മുമ്പും ഇതുപോലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി പുറകെ നടക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന താനൂരെ ഒരു കേസുമായി ബന്ധപ്പെട്ട അതിലും എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന, അന്ന് മുതലേ ഗൂഢാലോചന സംശയിക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഗതിയും ഇതിനും ഒരു അടിസ്ഥാനമില്ലാത്ത പരാതിയിൽ ഇത്രത്തോളം മോശമാക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. മുട്ടിൽ മരമുറി കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. 2021 ബത്തേരി DYSP ആയിരിക്കുന്ന സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ കേസ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 43 കുറ്റപത്രം സമർപ്പിക്കേണ്ടതിലെ 6 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും തന്നെയാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത്. പല കേസുകളിലും ഇതുപോലെ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ന്യൂസുകൾ വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഈ അന്വേഷണത്തിൽ തന്നെ മാറ്റണം എന്നുള്ളത് ഞാൻ DGPക്ക് പരാതി കൊടുത്തിരുന്നു. എന്നിട്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലാണ് അന്നും ന്യൂസുകൾ വന്നിരുന്നത്. ആ ആരോപണങ്ങളൊന്നും നോക്കേണ്ടതില്ല, അന്വേഷണം മുമ്പോട്ട് പോകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഞാൻ അവരെ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി DYSP ഓഫീസർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. അദ്ദേഹം പരാതിക്കാരെ വിളിക്കുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അന്നും പോലും ഞാൻ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. 2 വർഷം മുമ്പുള്ള സംഭവമാണ്. ഇങ്ങനെ പരാതി കിട്ടിയിരുന്നു. പരാതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിൽ അടിസ്ഥാനമില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയാണ് SP-ക്ക് കൊടുത്ത പരാതിയാണ്. അന്വേഷിക്കാൻ വേണ്ടി എനിക്ക് തരികയും ഞാനത് അന്വേഷിച്ച് അതിൽ കഴമ്പില്ല, ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരുന്നത്. കഴമ്പുണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചെന്ന് മാത്രമല്ല, അതിനുശേഷം ഇത് മറ്റൊരു DYSP സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കൊണ്ട് അന്വേഷിപ്പിച്ച് ആ അന്വേഷണത്തിലും കഴമ്പില്ലാന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് SP ആ കേസ് അന്ന് ക്ലോസ് ചെയ്ത്, ആ പരാതി അവിടെ ക്ലോസ് ചെയ്തിരുന്നത്. നിയമ നടപടി, ക്രിമിനലായും സിവിലായുള്ള നടപടിയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ DGPക്ക് പരാതി കൊടുക്കും. ഇത്തരത്തിൽ ഒരു കേസിന്റെ അന്വേഷണം നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണം കെട്ടിച്ചമച്ച് ഇങ്ങനെയുള്ള മീഡിയ വഴി, ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതിനെതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ളതും തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ചാനൽ ഉടമയ്ക്ക് കൊടുക്കും, ഉറപ്പാണ്. ഒരു സ്വകാര്യ ചാനലിന്റെ ഉടമകളാണ് ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ. അവർക്കെതിരെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ VV ബെന്നി ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഇന്ന് ഒരു ചാനലിലാണ്, ഒരു സ്വകാര്യ ചാനലിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗ പരാതിയുമായി ഒരു വീട്ടമ്മ രംഗത്തെത്തുന്നത്. ഇത് പൂർണ്ണമായും ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് നേരത്തെ VV ബെന്നി, DYSP ആയ VV ബെന്നി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഈ പരാതി നിഷേധിച്ച് മുൻ പൊന്നാനി SHO വിനോദും രംഗത്തെത്തി. താനൂർ കസ്റ്റഡി മരണ കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് ഈ ആരോപണം ഉന്നയിച്ച പരാതിയുമായി രംഗത്തെത്തിയ സ്ത്രീ. ഇവർ നേരത്തെ പല പരാതികളും നൽകുകയും സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കാറുമാണ് പതിവ്. ആരോപണം നിയമപരമായി നേരിടുമെന്നും വിനോദ് പറഞ്ഞു. 2022 ഞാൻ അങ്ങനെ CA ഇരിക്കുമ്പോൾ ഒരു മധ്യവയസ്ക സ്ത്രീ ഡെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന്, അതോ ജ്വല്ലറി എന്നാണോ അറിയില്ല, അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി. അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം PR-ഓട് അടുത്താണ് ചെല്ലുക. അന്ന് അവിടെ SI കൃഷ്ണലാലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് PR വന്നു. സാർ ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എങ്കിൽ പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണം എന്ന് പോലീസുകാരെ വിട്ടു. അങ്ങനെ ചില പോലീസുകാരോട് പറഞ്ഞു, സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ്. ഏകദേശം രാത്രി 10 മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ്. സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയായിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പം അന്ന് പൊന്നാനി SI ഇപ്പോൾ താനൂര് കേസിൽ സസ്പെൻഷനിലായിട്ടുള്ള കൃഷ്ണലാൽ SI ആയിരുന്നു. അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിന്റെ അടുത്താണ് പരാതിയിട്ട് വന്നത്. അപ്പോൾ SI പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട്. അതിൽ കുറെ SIക്കും കിട്ടും. അപ്പോൾ സാർ ഇത് അനുവദിക്കരുത്,
അതുകൊണ്ട് നിങ്ങൾ വിവരം തന്നതിന് നൽകി. കാരണം ഒരു സിയുടെ ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞ് പലരും വിവരങ്ങൾ പറയും. ഓട്ടോറിക്ഷക്കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇതെല്ലാം രേഖകളുള്ളതാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പ്രതിയെ 2 പോലീസുകാർ മഫ്റ്റിയിൽ വിട്ടയച്ച് പ്രതിയെ പിടിച്ചുകൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്തു, അവനെ റിമാൻഡ് ചെയ്തു. ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു. ഒരു 10:30 ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട്. നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ്. എന്തിനത് കേസിന്റെ ആവശ്യം? എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു. നിയമപരമായ പരാതി കിട്ടിയ കേസ് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾ വനിതാ പോലീസ് വിമൻ ഡെസ്കിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിന്റെ വീട്ടിൽ മറ്റേ അടുക്കളപ്പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസ്തരെന്ന് പറഞ്ഞറിയുന്നത്. പിന്നീട് കൃഷ്ണലാൽ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇതിനെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ബെന്നി സാർ സ്റ്റേഷനിൽ വരുന്നത്. വിനോദിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ, നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ സാർ എന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം, എന്റെ ലൊക്കേഷൻ നോക്കണം, കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകൾ എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്തിന്റെ ലൊക്കേഷൻ എല്ലാം നോക്കി. സാറ് വളരെ ക്ലിയർ കട്ടായി 4-5 ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സിംഗിൾ കോള് പോലും എന്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല. സാർ ആ പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് പരാതിയെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും മുൻ SP സുജിത് ദാസും പ്രതികരിച്ചു. സാർ, ഇപ്പോ ഈ പൊന്നാനിയിലെ ഒരു സ്ത്രീയുടെ പരാതി വന്നിരിക്കുന്നത് SP ആയിരിക്കുമ്പോൾ താങ്കളും അതുപോലെ DYSP ബെന്നിയും ഒക്കെ അവരെ ബലാത്സംഗം ചെയ്തു എന്ന തരത്തില് 2 തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് താങ്കൾക്കെതിരെ ഈ സ്ത്രീയുടെ പരാതി. ഈ സ്ത്രീയെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഈ ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുള്ളതായി കരുതുന്നുണ്ടോ? ഇത് ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നറിയാണ്ട് ഞാൻ എന്റെ ഓഫീസിൽ വെരിഫൈ ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇത് 2022 പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വന്ന ഒരു പരാതിക്കാരിയാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവരുടെ പരാതിയുടെ വിഷയം എന്ന് പറയുന്നത് ഇവര് പൊന്നാനി ഇൻസ്പെക്ടർ ആയിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ഇവരെ വീട്ടിൽ പോയി ബലാത്സംഗം ചെയ്തെന്നും അത് DYSP തിരൂരിനോട് പരാതി പറഞ്ഞിട്ടും നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പരാതിയായിട്ട് എന്റെ ഓഫീസിൽ വരുന്നത്. ആ ഓഫീസിൽ വന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മലപ്പുറം DPO ഇല്ലേ, അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിലുള്ള രജിസ്റ്റർ നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇവര് വന്നിരിക്കുന്ന പരാതിക്കാരിയും പരാതിക്കാരിയുടെ കുട്ടിയും അതുപോലെ തന്നെ അവരുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ എന്റെ ഓഫീസിൽ വന്നതായിട്ടാണ് എന്റെ ധാരണ. അതില് നിങ്ങൾക്ക് കൃത്യമായിട്ടും അവിടെ ഡോർ PC ആയിട്ടുള്ള ആളുകളോടും എന്റെ ഓഫീസിലുള്ള വ്യക്തികളോടും ഒക്കെ തന്നെ ചോദിച്ചാലായിട്ട് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇവര് വന്നു, ഈ പരാതി പറഞ്ഞു. ഈ പരാതി ഞാൻ അന്വേഷിക്കാനായിട്ട് DYSP സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരുന്ന KM ബിജുവിന് ഞാനത് കൊടുത്തു. അദ്ദേഹം ഇപ്പോഴത്തെ തിരൂർ DYSP ആണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് ഈ പരാതി തെറ്റായ പരാതിയാണ്, കളവായ പരാതിയാണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു 2022 അവസാനത്തോടു കൂടി ബിജു റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ക്ലോസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിന്റെ വിഷയത്തിൽ ആ പരാതിയിൽ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നത് ഇവര് പൊന്നാനി സ്റ്റേഷനിൽ സ്ഥിരമായി പരാതി കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അവര് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ SHO ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന്റെ രീതിക്ക് SHO ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ആ പരാതി തന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് DYSP സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് മലപ്പുറം DPOയുമായി ബന്ധപ്പെട്ടിട്ട് ആ റിപ്പോർട്ടുകൾ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ആക്ഷേപം? ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ആയി പോയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഇപ്പോൾ ഈ പരാതി വരുന്ന പ്രത്യേക സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പരാതിയിൽ ഇവർ തന്ന പരാതിയും അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റും അന്നത്തെ DYSP സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, മീൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴവർ പറയുന്നതിന്റെ അകത്ത് ഇൻസ്പെക്ടർ മാത്രമല്ല ബലാത്സംഗം ചെയ്തത്, DYSPയും SPയും ചെയ്തെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് വളരെ തികഞ്ഞ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്.
അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാനായിട്ട് ഞാൻ എന്തായാലും പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിക്കും കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലീഗൽ ഒഫീഷ്യൽസിനോടും കൂടെ ചോദിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സിവിലായിട്ടും ക്രിമിനലായിട്ടുമുള്ള ഡിഫോമേഷൻ നടപടികൾ അത് ചെയ്യാനായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. ഈ താങ്കൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പി വി അൻവർ MLA അടക്കമുള്ളവർ ഈ കുറെ ദിവസങ്ങളായി താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾക്ക്, ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കും അങ്ങനെ അൻവറിന്റെ അടക്കമുള്ളവരുടെ പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ ഒരു ആരോപണം ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു നമ്മുടെ കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിക്ക് നമ്മുടെ ഓഫീസിൽ പരാതി തരാൻ വന്ന വ്യക്തി ഈ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുപോയിട്ടൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇത് തികച്ചും നമ്മളെ തേജോവധം ചെയ്യാനായിട്ട് നമ്മളെ കടന്നാക്രമിക്കാനായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ എല്ലാവിധ പരാതികളും അതുപോലെ നടപടികളും പോകും. ഇതിനെക്കുറിച്ച് ഇനി ഒരു CBI അന്വേഷണം നടന്നാൽ പോലും അത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. അതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നടപടികളും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ സ്വർണ്ണക്കടത്തുമായിട്ടും വലിയ ആക്ഷേപങ്ങൾ താങ്കൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന സാഹചര്യത്തിൽ അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ? ഇപ്പോൾ അത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. അവരന്വേഷിക്കട്ടെ. പരാതിക്ക് പിന്നിൽ സാമ്പത്തിക താല്പര്യം മാത്രമാണെന്ന് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. പരാതി വ്യാജമാണെന്നും പരാതിക്കാരിക്കെതിരായി കണ്ടെത്തലുകളും ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് നേരത്തെ DGPക്ക് കൈമാറിയത്. മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിനപ്പുറം പരാതി രേഖാമൂലം ഉന്നയിക്കാൻ ഇതുവരെയും ആ വീട്ടമ്മ തയ്യാറായിട്ടുമില്ല. മലപ്പുറത്ത് നിന്ന് CV അനുമോദും S വിനേഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഈ PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ വലിയ പ്രതിരോധത്തിലായൊരു സമയത്താണ് ഇന്ന് രാവിലെ ഒരു സ്വകാര്യ ചാനലിൽ ഒരു വീട്ടമ്മ വന്ന് തനിക്ക് നേരെ മുൻ മലപ്പുറം SP-യും VV ബെന്നി DYSP-യും SHOയും ഒക്കെ തന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയെന്ന് മാത്രമല്ല, ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഈ സ്ത്രീയുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപത്തെ ലൈംഗിക ആരോപണ പരാതിയുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ 3 പേരും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നു. മുട്ടിൽ മരമുറി കേസിന്റെ പ്രതികാര നടപടിയാണ് ഇപ്പോഴത്തെ ഈ ബലാത്സംഗ പരാതി ആരോപണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാകാം? ഈ മുട്ടിൽമരമുറി കേസിലെ പ്രതികൾ, അതല്ലെങ്കിൽ PV അൻവർ, മറ്റാരൊക്കെ ഉണ്ട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ ഒരു വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ ഓരോ ഘട്ടത്തിൽ അന്വേഷിക്കുന്നതാണ്. ഇതിൽ ഈ ഒരു പരാതി ആദ്യഘട്ടത്തിൽ അവർ SHOയെ ഉന്നയിക്കുന്നു. അതിനുശേഷം SHO, DYSP, SP അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ മാനഭംഗപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്ന അതീവ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഒരു വിശ്വസനീയത വളരെ ചോദ്യം ചെയ്യും. നമ്മളിപ്പോൾ ഇരയുടെ വിശ്വസനീയത ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇതുമായി കൂട്ടിക്കലർത്തരുത്. ഇത് ഈ ഒരു കേസിലെ വ്യത്യസ്തമായൊരു സാഹചര്യം നമ്മൾ വിലയിരുത്തുക മാത്രമാണ്. ഒരിക്കലും ഇരയെ മോശമായി കാണുകയോ അവരെ മോശമായിട്ട് കാണുകയോ അത്തരത്തിൽ വിലയിരുത്തുകയല്ല. അതായത് ഈ കേസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പലർക്കുമെതിരെ പരാതി കൊടുത്ത് പണം വാങ്ങുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നതിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അതേപോലെ തന്നെ പൊന്നാനി SHO വിനോദ് വലിയാറ്റൂർ തന്നെ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ പണം വാങ്ങാനുള്ള ഇവരുടെ ശ്രമത്തെ ഈ വിനോദ് വലിയാറ്റൂർ തടയുകയും ഇവർ കൊടുത്ത പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അതിൽ ഇവർക്ക് വിരോധമുണ്ടായിരുന്നെന്നും അതേ തുടർന്നാണ് ഈ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തിനെതിരെ പീഡന പരാതി കൊടുക്കുന്നു. ആ പീഡന പരാതി അന്ന് തിരൂർ DYSP ആയിരുന്ന ബെന്നി അന്വേഷിച്ച് റിപ്പോർട്ട് മുകളിലേക്ക് സമർപ്പിക്കുന്നു. അത്തരത്തിൽ ഒരു ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയ റിപ്പോർട്ടിനെതിരെ SP-ക്ക് ഇവർ പരാതി കൊടുക്കുന്നു. SP സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയ KM ബിജുവിനെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. അദ്ദേഹവും ഈ ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതോടെ ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ അത് ഇപ്പോൾ
ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം PV അൻവർ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പോലീസിലെ പല പുഴുക്കുത്തുകൾക്കെതിരെയും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിന്റെ ഒരു ശുദ്ധീകരണത്തിന് താൻ നേതൃത്വം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വിപ്ലവകരമായ മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വലിയ പിന്തുണ കിട്ടുന്നുമുണ്ട്. അതിൽ ഒരു പരിധിവരെ അന്വേഷണം നടക്കുന്നുമുണ്ട്. മാത്രമല്ല പല ആക്ഷേപങ്ങൾക്കും അടിസ്ഥാനമുണ്ടെന്ന് പൊതുജനത്തിന് തോന്നുകയും ചെയ്യാം. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് താനൂർ DYSP VV ബെന്നിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു ആരോപണം പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, PV അൻവർ MLA ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ചാനലുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വിവരങ്ങളും പുറത്തുവിടുന്നതും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതും. രണ്ടാമതായിട്ട് നേരത്തെ പൊന്നാനി SHO ആയിരുന്ന വിനോദ് വേളിയാറ്റൂർ പറഞ്ഞ ഒരു സംഭവം കൂടി ഇതിൽ ചേർത്ത് പറയണം. മുൻപ് താനൂരിലെ കസ്റ്റഡി മരണക്കേസ് താമർ ജുഫ്രി കേസിൽ DYSP ബെന്നിക്കും സുജിത് ദാസിനും എതിരെ ഒരു സ്വകാര്യ ചാനലിൽ രഹസ്യ അഭിമുഖം കൊടുത്ത വ്യക്തിയാണ് ഈ കൃഷ്ണലാൽ. ഈ കൃഷ്ണലാലിനെതിരെ SP നടപടിയെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയതും അതിന്റെ ഒരു വിരോധം ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ കൃഷ്ണലാലിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ ചില കോൺസ്പിരസി ഉണ്ട് എന്ന് നിഗമനം നടത്തേണ്ടി വരും. അതായത് SP-ക്കും DYSP-ക്കും എതിരെ വിരോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീ, മുൻപ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിമുഖം നൽകിയ ചാനൽ, അതേ ചാനൽ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ വേലക്കാരി ജോലിക്കാരിയായിരുന്ന സ്ത്രീ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപമായി രംഗത്ത് വരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളവർക്ക് അതിനു വേണ്ടിയുള്ള ശ്രമമാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ശ്രമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമമാണോ നടന്നിരിക്കുന്നത്? ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഗൂഢാലോചന സംശയിക്കേണ്ടതാണ്. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചു, PV അൻവർ വളരെ അദ്ദേഹം നടത്തുന്ന പോരാട്ടം, ഈ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടത്തുന്ന പോരാട്ടം എന്ന രീതിയിൽ വലിയ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ കയ്യടി നേടുന്നുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിന് പിന്തുണയ്ക്കുന്നുണ്ട്. പോലീസിലെ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ പുറത്തു വരണമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള വാർത്തകൾ, അതല്ലെങ്കിൽ കെട്ടിച്ചമച്ച പരാതികൾ, ആരോപണങ്ങളുമായി ഈ PV അൻവർ മറ്റേതെങ്കിലും ചാനലുകളെ കൂട്ടുപിടിച്ച് ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങളും പരാതിയുമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും അൻവർ ഇതിനു മുൻപ് ഉയർത്തിക്കൊണ്ടുവന്ന പല വിഷയങ്ങളുടെയും വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ അനുമോദ്? തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവർ മുൻപ് ഉന്നയിച്ച പല ആക്ഷേപങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ വളരെ അതീവ ഗുരുതരമായ കാര്യമാണ്. സുജിത് ദാസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കമാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പണം പറ്റുന്ന ആളാണ്. അതുപോലെ തന്നെ മരമുറി കേസിൽ ആ മരം മുറിച്ചു കിടത്തിയ സുജിത് ദാസാണ്. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അന്വേഷണത്തിലിരിക്കെ അത്തരത്തിൽ ADGP-ക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം പൊതുജന സ്വീകാര്യത ആ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ച സമയത്ത് അതിന് ലഭിച്ചു. സർക്കാർ അത് ഗൗരവത്തിൽ കണ്ടത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അൻവർ നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വലിയ സ്വീകാര്യത സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കൂട്ടിക്കെട്ടിയത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ തന്റെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉപയോഗിച്ച അതേ മാധ്യമമാണ് ഈ ഒരു ആരോപണവും ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഈ മാധ്യമവുമായിട്ട് അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ടാവാം, മാധ്യമത്തിന് ഉടമസ്ഥരുമായിട്ട് താല്പര്യമുണ്ടാകാം, ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകാം. അവർക്ക് അൻവറിന് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ അൻവറിന് വേണ്ട സാധനം അതിലൂടെ പുറത്തുവിടുന്നു. അതിന് പ്രത്യുപകാരം എന്ന് അവർക്ക് വേണ്ട ഒരു സഹായം അൻവർ ചെയ്തു കൊടുക്കും. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ് എന്നല്ല, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം കോമൺ സെൻസ് നമുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനാകില്ല. അൻവർ മുൻപുന്നയിച്ച ആരോപണങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതല്ല. പക്ഷേ അൻവർ ഇന്നുന്നയിച്ച ആരോപണങ്ങൾ അന്നുന്നയിച്ച ആരോപണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് അത്ര വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടോം, തീർച്ചയായും അതുതന്നെയാണ് CV അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ ചാനലിന്റെ ഉടമകളുടെയും PV അൻവറിന്റെയൊക്കെ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും കൈ ശുദ്ധമാണോ?
എന്ന കാര്യം കൂടി പൊതുസമൂഹം ഒരു പക്ഷേ അത്തരമൊരു സംശയം ഉയർന്നാൽ പോലും അതിന് അതിശയപ്പെടാനില്ല. എസ് വിനേഷ് കുമാറിൽ കൂടി ഒന്ന് പോവുകയാണ്. വിനേഷ് ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി പരിശോധിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ്. ഈ പ്രത്യേകിച്ച് നമുക്കറിയാം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വി ബെന്നി, ഡിവൈഎസ്പി വി ബെന്നി, അദ്ദേഹത്തിന് മേലുണ്ടായ സമ്മർദ്ദം, പല രീതിയിൽ അദ്ദേഹത്തെ തകർക്കാനുള്ള ശ്രമം അതിനുശേഷമുണ്ടായി. ഏറ്റവും ഒടുവിലാണ് ബലാത്സംഗ പരാതിയുമായി ഒരു വീട്ടമ്മ തന്നെ അതേ ചാനലിൻ്റെ ഈ മുട്ടിമരമുറി കേസിലെ പ്രതികളായിട്ടുള്ള അവർ നേതൃത്വം നൽകുന്ന അവരുടെ ഉടമസ്ഥയിലുള്ള ഒരു ചാനലിലൂടെ ഈ വി ബെന്നിക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതുപോലെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ സത്യസന്ധനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ് വി ബെന്നി എന്നാണ്. അദ്ദേഹം ഇതുപോലുള്ള ഒരു കേസിൽ, ഒരു ബലാത്സംഗ കേസിലൊക്കെ ഒരു കുടുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ വിനേഷ്? ടോം, എന്തായാലും നമുക്ക് ബെന്നിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയില്ല, അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുന്നിടത്താണ് കുറച്ചും കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ബെന്നിയെ പോലുള്ള അത്രയും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനാണ്. 44 കേസുകളാണ് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 44 കേസുകളിലാണ് കുറ്റപത്രം കൊടുക്കേണ്ടത്. അതിൽ ഇതിനകം തന്നെ 6 കേസുകളിൽ വി ബെന്നി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ബെന്നിയെ കൊടുക്കാനുള്ള ഒരു നീക്കം ആദ്യം ഇവരുടെ ഭാഗത്ത്, ഈ മുട്ടിൽ മരമുറി സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും അവരുടെ മാധ്യമത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് താനൂരിൽ നടന്ന ഒരു കസ്റ്റഡി കൊലപാതകമാണ്, കസ്റ്റഡിയിലുള്ള ഒരു മരണമാണ്. അതായത് അവിടെ ഒരു കസ്റ്റഡിയിലിരിക്കെ പ്രതി മരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുക, ഇയാളുടെ കയ്യിൽ നിന്ന് MDMA ഉൾപ്പെടെ മയക്കുമരുന്ന് ഉൾപ്പെടെ ആണ് ഈ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ ഇയാൾ മയക്കുമരുന്ന് വിഴുങ്ങുകയായിരുന്നു. അതിൻ്റെ പൊതിയോടുകൂടി വിഴുങ്ങിയപ്പോൾ വയറിൽ കിടന്നത് പൊട്ടിയാണ് മരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇത് കസ്റ്റഡി മരണം എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ ബെന്നിക്ക് പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് ബെന്നിയെ ഇതിനകത്തേക്ക്, അതായത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നത് ബെന്നി അല്ലെങ്കിൽ പോലും ബെന്നിയിലേക്കായി അന്വേഷണം എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ഇവരുടെ മാധ്യമത്തിലൂടെ. അത് ബെന്നിയെ ആ രീതിയിൽ തന്നെ സമ്മർദ്ദത്തിലാക്കുക. കാരണം ഇവർക്ക് സമ്മർദ്ദത്തിലാക്കിയാൽ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഉടൻ തന്നെ ബെന്നി DGPയോട് തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ വീണ്ടും ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായി തന്നെ സർക്കാർ പരിശോധിച്ചപ്പോൾ ഇയാളുടെ പേരിൽ അത്തരത്തിലുള്ള കേസുകളൊന്നും ഇല്ല, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ ഇത് കേസുമായി മുന്നോട്ട് പോകണം എന്ന് അന്നത്തെ DGP ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പലകുറി ആവശ്യപ്പെട്ടാണ് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം, കാരണം എന്നെ മറ്റേതെങ്കിലും കേസിൽ കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കാരണം അത്രയും വലിയൊരു മാഫിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഈ കേസ് കൃത്യമായി അന്വേഷിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിരുന്നു വി ബെന്നി. അതുകൊണ്ട് തന്നെ വി ബെന്നിയെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിലേക്ക് സർക്കാരും അതുപോലെ തന്നെ പോലീസും എത്തിച്ചേരുകയായിരുന്നു. തുടർന്ന് ബെന്നി ഇതിൻ്റെ തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പീഡന കഥ പുറത്തു വരുന്നത്. എന്തായാലും ബെന്നിയെ നമുക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായി അന്വേഷിക്കുകയും അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സുൽത്താൻ ബത്തേരി DYSP ആയിരിക്കെയാണ് പ്രമാദമായ ഈ മുട്ടിൽ ഈട്ടിക്കൊള്ള നടക്കുന്നത്. അതിൽ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും പ്രധാന പ്രതികളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഈ പ്രതികളുടെ ഉന്നതങ്ങളിലെ സമ്മർദ്ദം, കാരണം സർക്കാർ പ്രതിക്കൂട്ടിലായ ഒരു സംഭവം കൂടിയാണ് ഇത്. കാരണം ഈ അസൈൻമെന്റ് പട്ടയത്തിലുള്ള ഭൂമി, ഉപാധികളോടെ പട്ടയം നൽകിയ ഭൂമിയിൽ നിന്ന് മരം മുറിക്കാൻ, അതായത് ഈ ഈട്ടി പോലുള്ള വൻകിട മരങ്ങൾ, അതായത് ഈ ഷെഡ്യൂൾ ലിസ്റ്റിൽ വരുന്ന മരങ്ങൾ മുറിക്കാൻ ഉള്ള അവകാശമില്ല. അതായത് ഇത്തരം മരങ്ങളുടെ എല്ലാം കസ്റ്റോഡിയൻഷിപ്പ് റവന്യൂ വകുപ്പിനായിരിക്കും. സ്വാഭാവികമായും ആ കസ്റ്റോഡിയൻഷിപ്പ് ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് മരം മുറിക്കുക എന്നുള്ളൊരു ഉത്തരവാണ് അന്ന് ജയതിലക IAS ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് വിവാദമായപ്പോൾ മാസങ്ങൾക്ക് ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഈ കാലയളവിലാണ് വയനാട്ടിൽ വലിയ തോതിൽ മരംകൊള്ള നടന്നത്. ആ മരംകൊള്ള വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വി ബെന്നിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായപ്പോൾ ഈ വി ബെന്നിയെ തിരൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. തിരൂർ DYSP ആയിരുന്നു അദ്ദേഹം. പക്ഷേ ഇത് മാധ്യമങ്ങളോട് നിരന്തരമായി വാർത്ത വന്നപ്പോൾ ബെന്നിയെ ഈ അന്വേഷണ ചുമതലയിൽ നിന്ന് സർക്കാർ മാറ്റിയില്ല. പക്ഷേ ബെന്നി തിരൂരിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ബെന്നിയെ എങ്ങനെയും, കാരണം ഈ ആദ്യത്തെ ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ബെന്നിയെ കൊടുക്കാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ അത് നടക്കാതെ പോയി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പീഡന വാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം ഈ പീഡന വാർത്ത എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് സംബന്ധിച്ച്
കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ ഗ്രൗണ്ട് കൃത്യമായി ഈ കേസിന്റെ കൃത്യമായ ഗ്രൗണ്ട് അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അനുമോദ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുട്ടിൽ മരമുറി കേസിലെ പ്രതികളും PV അൻവറും കൈകോർക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അൻവറിന്റെ പേരിലും നിരവധി കേസുകളുണ്ട്. നമുക്കറിയാം, ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് ഭൂമി കൈവശം വെച്ച കേസുണ്ട്, പാർക്കിന്റെ കേസുണ്ട്, തടയണയുണ്ട്, റിസോർട്ടിൽ തടയണ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഒപ്പം തന്നെ ഒതായ് മനാഫിന്റെ വധക്കേസിൽ 2ാം പ്രതിയായിരുന്നു. അതിൽ അന്ന് പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് ആണ് ഇയാൾ മഞ്ചേരി കോടതി ഇയാളെ വെറുതെ വിട്ടു എന്ന പോലീസിന്റെ റിപ്പോർട്ട് അൻവറിന് അനുകൂലമായതുകൊണ്ട് മഞ്ചേരി കോടതി വെറുതെ വിട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒതായ് മനാഫിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളെല്ലാം തന്നെ ഉള്ള ആളാണ് PV അൻവർ. ഒപ്പം തന്നെ ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ഇവരുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മുട്ടിൽ മരമുറി മാത്രമല്ല, ഈ ആപ്പിൾ ഫോൺ, ഐഫോണിന് പകരം മാംഗോ ഫോൺ എന്നുള്ള ഒരു ഫോൺ ഇറക്കുകയും അതിലൂടെ തട്ടിപ്പ് നടത്തുകയും അതിൽ ബിൽഡിങ്ങിന് വാടക കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ നിരവധി കേസുകളിലെ പ്രതികളാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഇതിന് ഈ 2 കൂട്ടരും കൈകോർക്കുന്നു എന്ന് പോലീസ് പറയുന്നതിന്റെ, ഈ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണവും നമുക്ക് ആർക്കും സംശയം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ പ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ പൊന്നാനിയിൽ നടന്നിരിക്കുന്ന, മലപ്പുറത്ത് നടന്നിരിക്കുന്ന ഈ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ പോലീസുകാരെ, അതായത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന പോലീസുകാരെ കുടുക്കുക എന്നുള്ളതാണ്. അൻവറിനും ഇവർ കുടുങ്ങേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾക്കും ഇവർ കുടുങ്ങേണ്ടതാണ്. പക്ഷേ ഈ കേസ് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിനെ, അതായത് കേരള വിനേഷ് സൂചിപ്പിച്ചതുപോലെ കളങ്കിതരായിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉൾപ്പെടെ ഈ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയുമായി, ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, പിടിച്ചുകുലുക്കുന്ന വാർത്ത എന്ന രീതിയിൽ വലിയ പ്രൊമോഷൻ കാർഡുകളൊക്കെ ഇറക്കി ഇതിന് ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു, അങ്ങനെ പിടിച്ചു കുലുങ്ങി, ആരാണ് കുലുങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ഗൂഢാലോചനയുണ്ടോ? അതിന് പിന്നിൽ ആരൊക്കെയാണ്? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. CV അനുമോദിലേക്ക് വീണ്ടും പോകുന്നു. അനുമോദ്, നമുക്കറിയാം, സാധാരണ മാധ്യമ പ്രവർത്തകരുടെ കയ്യിലൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരാതി, ഇതുപോലുള്ള ലൈംഗിക ആക്ഷേപ പരാതികളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് കൃത്യമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന്. കാരണം നേരത്തെ സുജിത് ദാസ് IPS അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുടുംബങ്ങളെപ്പോലെ ഇതുപോലുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം അത് കുടുംബങ്ങളെപ്പോലും ബാധിക്കാം, വലിയ മാനസിക പ്രയാസമുണ്ടാക്കാം. ഇത് വാർത്ത, ഈ പരാതി ന്യായമാണെങ്കിൽ, സത്യമാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. പക്ഷെ അതിനപ്പുറം ഒരു വ്യാജമായിട്ടുള്ള പരാതിയാണെങ്കിൽ, കെട്ടിച്ചമച്ച പരാതിയാണെങ്കിൽ, ഈ വീട്ടമ്മയുടെ പശ്ചാത്തലമടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത്തരം സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ വാർത്തയുടെ ഒരു ഉത്ഭവം എന്ന കാര്യം പരിശോധിക്കേണ്ടതല്ലേ? കാരണം നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ സാധാരണ നമ്മളൊരു ബ്യൂറോയിൽ വർക്ക് ചെയ്യുമ്പോൾ മലപ്പുറത്ത് അത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരുപോലെ ആയിരിക്കും വാർത്ത കിട്ടുക. പക്ഷേ ഇത് ഒരു ചാനലിന് മാത്രം ഇത്തരമൊരു വാർത്ത ലഭിക്കുന്നു, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരും ആ രീതിയിലാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഉദ്യോഗസ്ഥരുടെ അടുത്ത നീക്കം ഈ ആരോപണമടക്കം കൃത്യമായും പരിശോധിക്കുമോ, അന്വേഷിക്കുമോ? എന്താണ് പോലീസ് ഉന്നതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? അനുമോദ്. തീർച്ചയായും നമുക്കറിയാം, മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് മുൻ SP ആയിരുന്ന ശ്രീദാസ് അടക്കം കുറച്ച് ദിവസമായി സംശയത്തിന്റെ നിഴലിലാണ് ഉള്ളത്. അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ, മരം മുറിച്ച് കടത്തി, അതേപോലെ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നു, ADGP വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ആക്ഷേപമാണ് ഇത് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് നിലവിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ നിലവിൽ അന്വേഷണത്തിന്റെ പരിധിയിലുള്ള കാര്യമാണ്. പക്ഷേ ഇതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വന്ന ആരോപണത്തിൽ നമുക്കറിയാം, തുടർച്ചയായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കളങ്കിതരെന്ന് തോന്നുന്ന തരത്തിൽ മുദ്ര കുത്തപ്പെട്ട ആളുകൾക്കെതിരെ അവർ ദുർബലരായിരിക്കുമ്പോൾ അടിക്കുക എന്ന ഒരു യുദ്ധതന്ത്രത്തിന്റെ സമാനമായ ശൈലി എന്ന് വേണമെങ്കിൽ പറയാം.
അവർ ആരോപണത്തിന്റെ മുൻമുനയിൽ നിന്ന് പ്രതികരിക്കില്ല എന്ന് കരുതി തളർന്നിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഈ വിഷയം ഇപ്പോൾ ഇത്രയും ചർച്ചയായത് തന്നെ ആ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്തെങ്കിലും വരുമ്പോൾ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യം നമ്മളിപ്പോൾ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കണ്ടതാണ്. നമ്മളൊക്കെ ശ്രമിച്ചിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥരും ADGP അജിത് കുമാർ ആവട്ടെ സുജിദാസ് ആകട്ടെ ഇത്ര ദിവസം ഒന്നും പ്രതികരിച്ചിരുന്നില്ല. കാരണം പക്ഷെ ഇപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും അവർ പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവരുടെ കൈവശം ഈ വിഷയത്തിൽ അവരെ ന്യായീകരിക്കുന്ന കൃത്യമായ തെളിവുകളുണ്ട്, അവരെ ന്യായീകരിക്കുന്ന ചരിത്രമുണ്ട്, കേസുകളുടെ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിൽ വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച CI വിനോദ് വലിയറ്റൂർ കേസിന്റെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ട്. കേസിന്റെ ചരിത്രം എന്നതിനപ്പുറം ആ ഒരു മേഖലയുടെ ചരിത്രം, ആ ഒരു പരാതിക്കാരിയുടെ ചരിത്രം, അവർ ഇത്തരത്തിൽ പലർക്കുമെതിരെ പരാതി കൊടുക്കും. പക്ഷേ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ അവർ നിർബന്ധിക്കില്ല. അതിനു പകരം ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് അത് സെറ്റിൽ ചെയ്യും. അങ്ങനെ ഇവർ പണം പലരെയും ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന ഒരു ചരിത്രമുണ്ടെന്നാണ് വിനോദ് വലിയാറ്റൂർ പറഞ്ഞത്. ഈ ഒരു കേസിൽ വിനോദ് വലിയാറ്റൂരിന് മുൻപിലെത്തിയ കേസിൽ അങ്ങനെ പോയപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങാതെ ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് പണം ലഭിച്ചില്ല. അതാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപം, ഒരു പീഡന പരാതി നൽകാൻ തന്നെ കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ ഇടപെട്ടത് DYSP ബെന്നിയാണ്, അതിന് മുകളിൽ ഇടപെട്ടത് സുജിദാസാണ്. അപ്പോൾ അങ്ങനെ ഈ 3 പേരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പീഡന പരാതി, ഒരു പീഡന പരമ്പര തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ പീഡിപ്പിച്ചതൊക്കെ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വസതിയിലും അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലുമൊക്കെയാണ്. ഇതിലൊക്കെ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പരാതി നിലനിൽക്കുന്ന തരത്തിൽ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ കേസിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഇപ്പോൾ ആരോപണ വിധേയരായ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ കൈവശമുള്ള തെളിവുകൾ പങ്കുവച്ചും ഇവരുടെ കേസിന്റെ പശ്ചാത്തലവും ഇവരുടെ പശ്ചാത്തലവും ഒക്കെ പങ്കുവച്ചുകൊണ്ട് നൽകുമ്പോഴാണ് ആ ആരോപണം ഇവിടെ പ്രതിരോധിക്കപ്പെടുന്നത്. മുൻപ് അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പോലെ ഇതിന് ശക്തിയില്ലാതെയാകുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി ആരോപണം അത് വ്യാജമാണ്, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും അവർ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. ലൈവ് തുടരുന്നു. ADGP MR അജിത് കുമാറിനെതിരെ വിവാദ വെളിപ്പെടുത്തലുമായി സ്വർണ്ണക്കടത്ത് കേസിലെ ഇടനിലക്കാരൻ ഷാജ് കിരൺ നിരവധി തവണ അജിത് കുമാർ ഷാജ് കിരണുമായി ഫോണിൽ ബന്ധപ്പെട്ടു. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം MR അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമെന്നും ഷാജ് കിരൺ പറയുന്നു. 2022 ജൂൺ 8 ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ പകർപ്പ് News 18 ലഭിച്ചു. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു MR അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. ഇവര് 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിട്ടയർമെന്റ് സീറ്റിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അതായത് വിജിലൻസ് സംഘമാണ്, വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ല, ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചോണ്ട് പോയത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവമുണ്ട്, അദ്ദേഹം എങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവരെ കാണാൻ പോവുകയാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം
സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിടികൂടാൻ വേണ്ടി. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്? നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സരത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ്. അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDSന്റെ ഓഫീസിലേക്ക് പോകുന്നു. HRDSന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സ്ആപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത്. അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ MR അജിത് കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം. അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് എനിക്ക് അവനെ അറിയത്തില്ല, പരിചയമില്ല, അവൻ ഫ്രോഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിത്വം അംഗം മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാ പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അല്ലേ തോന്നുന്നത്. ഇവിടെ ED എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്? മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിനെയും വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഞാനൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരേ ഒരാൾ MR അജിത് കുമാറാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് HRDSന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത്. സത്യമാണെന്ന് തെളിയുന്നുവെന്നായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പ്രതികരണം. നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടെയൊക്കെ വായിന്ന് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചല്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ. കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നേനെ. അതല്ലെങ്കിൽ ഷാജ് കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ, അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ് കിരൺ ടു ഒബ്സർവ് ഓൺ വാട്ട് ഗ്രൗണ്ട്, ഓൺ വാട്ട് ബേസിസ്. What does Shaj Kiran got to do with our issues? അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്? What is the interest of ADGP Ajit Kumar then? ഈ ഒന്നാം നമ്പർ എന്ന് ഷാജ് കിരൺ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു, എല്ലാരോടും ചോദിച്ചു, who is that number 1? So you can just now connect the dots because things are very clear. അന്ന് ഷാജ് കിരൺ പറഞ്ഞു സ്വപ്ന സുരേഷ് പറയുന്നത് പോലെയല്ല, എനിക്ക് MR അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാവൂ. ഇസ് ഇറ്റ് ട്രൂ? നിങ്ങൾ എല്ലാരും മാധ്യമ പ്രവർത്തകരാണല്ലോ. എങ്ങനെയാണ് ഒരു ADGP വിജിലൻസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നത് സ്വപ്ന സുരേഷിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ? അത്രയും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ. ഞാനിതെല്ലാം ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ്. റൈറ്റ് ഫ്രം ദ റിലീസ് ഓഫ് ശിവശങ്കർ സാർസ് ബുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ. അന്ന് എന്റെ വക്കീല് ശിവശങ്കർ വക്കീലോ കൃഷ്ണരാജ് വക്കീലോ അല്ല. എന്നെ ആർക്കും അങ്ങനെ ഉപയോഗിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്യിക്കാനോ പറയിക്കാനോ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേ വരെ തെറ്റിയിട്ടുമില്ലല്ലോ. ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തെളിവ് അടക്കം വെളിയിൽ വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻ ഓൺ ദി ഓൾഡ് സ്റ്റോറീസ്. കേരളത്തിൽ നടക്കുന്നത് നോർമലായ ലോയോ ജസ്റ്റിസോ അല്ല. അവിടെ നടക്കുന്നത് പൂർണ്ണമായ ഗുണ്ടായിസമാണ്. ആൻഡ് എന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ പിന്നാലെ ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ADGP MR അജിത് കുമാറിനെതിരെ പല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി, സ്വർണം പൊട്ടിക്കലുമായി
ബന്ധമുണ്ട്, സോളാർ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആരോപണമാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു ഇടപെടൽ നടത്തി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നൊക്കെയാണ് ഇടനിലക്കാരനായ ഷാജ് കിരൺ ആരോപിക്കുന്നത്. അതായത് ഏത് രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു, ഇതിൽ ഇടപെട്ടു എന്നാണ് ഷാജ് കിരൺ പറയുന്നത്. ഡാൻ, ടോം, നമുക്കറിയാം ഷാജ് കിരണാണ് സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ രഹസ്യമൊഴി കൊടുക്കാൻ പോവുകയാണ് എന്ന കാര്യം ADGP ആയിരുന്ന MR അജിത്കുമാർ, അദ്ദേഹം അന്ന് വിജിലൻസ് മേധാവിയായിരുന്നു, അദ്ദേഹത്തെ അറിയിക്കുന്നത്. അതിന് പിന്നാലെ ഒബ്സർവ് ചെയ്തുകൊള്ളണം സ്വപ്ന സുരേഷിനെ എന്ന് ഷാജ് കിരണോട് അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന അജിത് കുമാർ പറയുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസം ഒരു സംഘം ആളുകൾ വന്ന് വീട്ടിൽ നിന്ന് ബലമായി സരിത്തിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ സ്വപ്ന ഭയപ്പെടുന്നു. ഈ ഷാജ് കിരണിനുടൻ തന്നെ അദ്ദേഹത്തിന്റെ മുൻ പരിചയം വെച്ചുകൊണ്ട് MR അജിത്കുമാറിനെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സരിത്തിനെ കുറച്ചു പേർ ചേർത്ത് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അരമണിക്കൂറിനിപ്പുറം ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്, സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത് വിജിലൻസിന്റെ പ്രത്യേക സംഘമാണെന്ന വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഷാജ് കിരൺ വീണ്ടും MR അജിത്കുമാറിനെ തിരികെ വിളിക്കുന്നു. ഈ വിജിലൻസ് സംഘമാണോ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയത്, കസ്റ്റഡിയിലെടുത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു, അതുകൊണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ അപ്പോൾ കസ്റ്റഡിയിലെടുത്തതെന്ന്. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംശയം വരുന്നത്. അതായത് ഈ ക്രമസമാധാന ചുമതലയോ മറ്റ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസുകളുടെയോ അന്വേഷണത്തിന് ചുമതലയില്ലാത്ത MR അജിത് കുമാർ എന്തുകൊണ്ട് ഈ കേസിൽ ഒരു പ്രത്യേക താല്പര്യം കാണിച്ചു? എന്തിനാണ് ഒരു പ്രത്യേക സംഘം വിജിലൻസിന്റേതെന്ന പേരിൽ സരിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയത്? അവിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സംശയമടക്കം ബലപ്പെടുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യമാണ് ഷാജ് കിരണിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെയും സുഹൃത്ത് ഇബ്രാഹിമിന്റെയും സ്മാർട്ട് ഫോണുകൾ അടക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അതായത് അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ, ഡിജിറ്റൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പശ്ചാത്തലത്തിലായിരുന്നു FSL പരിശോധനയ്ക്ക് വേണ്ടി ഈ ഫോണുകൾ കൈവശപ്പെടുത്തുന്നത്. പക്ഷേ ഇത്രയധികം നാളുകളായിട്ടും ഈ ഫോണുകൾ തിരികെ കൊടുക്കാനോ അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്താനോ കഴിയാതിരിക്കുന്നതിന് പിന്നിൽ ബോധപൂർവമായ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ടോ എന്ന സംശയവും അതോടൊപ്പം തന്നെ ബലപ്പെടുകയാണ്. അതിനിടയിലാണ് ഷാജ് കിരണുമായിട്ടുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള ബന്ധം മാത്രമായിരുന്നു, അങ്ങനെ മാത്രമേ ഷാജിനെ അറിയാവൂ എന്നായിരുന്നു അന്ന് MR അജിത് കുമാർ പറഞ്ഞിരുന്നത്. ഷാജ് കിരണും അതേ നിലപാടായിരുന്നു. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് കൊച്ചി സിറ്റി കമ്മീഷണറായി അടക്കം ചുമതല വഹിച്ചിരുന്ന അജിത് കുമാറിനെ പരിചയമുണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ വ്യക്തിപരമായി ബന്ധം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി വെളിവാക്കുന്ന വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് തുടർച്ചയായി ആ ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ മാത്രം 5 തവണ MR അജിത് കുമാർ ഷാജ് കിരണെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയെ മിസ്ലീഡ് ചെയ്യാനായി അഡ്വക്കേറ്റ് കൃഷ്ണരാജും ശിവശങ്കറും ശ്രമിക്കുന്നുവെന്ന വിവരം, അതോടൊപ്പം PC ജോർജും സരിതയും ഈ കേസിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ഷാജ് കിരൺ MR അജിത് കുമാറിന് കൈമാറുന്ന സന്ദേശത്തിലുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെയെന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ തിരികെ ചോദിക്കുന്നു. അതിന് വീണ്ടും ഷാജ് കിരൺ മറുപടി നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ രാവിലെയും വൈകിട്ടുമായിട്ടാണ് ഈ 5 തവണ MR അജിത് കുമാറിന്റെ വാട്സാപ്പ് ഫോണിൽ നിന്ന് ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായി വെറുമൊരു ഷാജ് കിരൺ എന്ന മുൻ മാധ്യമ പ്രവർത്തകനെ സംസ്ഥാനത്ത് വിജിലൻസ് തലപ്പത്തിരുന്ന മേധാവി തുടർച്ചയായി അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നിൽ എന്താണ് അസ്വാഭാവികത എന്ന കാര്യത്തിലാണ് വ്യക്തത കൈവരാനുള്ളത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഈ ഷാജ് കിരണുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെന്ന് വാർത്തയായതിന്റെ പേരിലായിരുന്നു MR അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റുന്ന തരത്തിലേക്ക് നടപടികളുണ്ടായത്. പക്ഷേ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തിരികെ സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് MR അജിത് കുമാർ എങ്ങനെ തിരികെ എത്തിയെന്ന ചോദ്യം വരുമ്പോഴാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ചില തെളിവുകൾ തീർച്ചയായും അതൊക്കെ കൃത്യമായും പരിശോധിക്കേണ്ട വിഷയമാണ്. ഡാൻ, നേരത്തെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തിൽ ഈ സംഭവമില്ല, ഇതിനെക്കുറിച്ച് പരാമർശമില്ല. പക്ഷെ മറ്റു പല ആരോപണങ്ങളും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും MR അജിത് കുമാറിനെതിരായിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഈ ഷാജ് കിരണിന്റെ ഈ വെളിപ്പെടുത്തലും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമ്പോൾ മാത്രമല്ല MR അജിത് കുമാർ DGPക്ക് ഒരു കത്ത് പോലും നൽകിയിട്ടുണ്ടല്ലോ.
തൻ്റെ അതായത് നേരത്തെ ഈ കീഴുദ്യോഗസ്ഥരാണ് MR അജിത് കുമാറിനെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അവർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, DGP തന്നെ നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇത് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ? എങ്ങനെയാണ്? MR അജിത് കുമാറിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തെയാണ് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചത്. പക്ഷേ MR അജിത് കുമാറിനെതിരെ തിടുക്കത്തിലൊരു നടപടി വൈകുന്നത് എന്ത് എന്ന ചോദ്യം വലിയ തലത്തിൽ ഉയർന്നിരുന്നു. PV അൻവർ തന്നെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവി മാത്രമാണ് MR അജിത് കുമാറിന് മുകളിൽ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ. മറ്റുള്ളവരെല്ലാം IG-യും DIG-യും ഉൾപ്പെടെ അജിത് കുമാറിന് താഴെയുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു സംഘത്തിന് എങ്ങനെ സുഗമമായി ഈ അന്വേഷണം നടത്താൻ കഴിയുമെന്ന ആശങ്കയെത്തുന്നു. അവിടെയാണ് അജിത് കുമാർ തന്നെ ഇനി അവരുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റി സംസ്ഥാന പോലീസ് മേധാവി ആയിരിക്കും എന്ന തരത്തിലുള്ള ഒരു കത്തുമായി രംഗത്തെത്തുന്നത്. അതായത് തിരുവനന്തപുരം IG G സ്പർജൻ കുമാർ, അതോടൊപ്പം തന്നെ DIG തൃശൂർ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർ. സ്വാഭാവികമായി അവരെല്ലാവരും സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഈ അന്വേഷണം നടക്കുന്ന കാലയളവിൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയായി മാറുന്നതെന്ന് പോലീസ് മേധാവിയാണ്, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ സാഹിബാണ് നിർദ്ദേശം നൽകേണ്ടത്. അവിടെ എങ്ങനെ അജിത് കുമാറിന് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയും എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരം സംശയങ്ങൾ ബലപ്പെടുന്നതിനിടയിലാണ് അജിത് കുമാറിന്റെ പക്കൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പിനെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന തെളിവുകൾ ഉണ്ടോ എന്നൊരു സംശയം കൂടി ബലപ്പെടുന്ന സാഹചര്യം ഉരുത്തിരിയുന്നത്. ടോം, യെസ്, അത് തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, തെളിവുകൾ അജിത് കുമാറിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ടാണോ അജിത് കുമാറിനെ മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നത് തുടങ്ങിയ ചോദ്യവും ഉയരുന്നുണ്ട്. സ്പോട്ട് ലൈവിൽ